ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പെൺമക്കളുള്ള മാതാപിതാക്കൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണേണ്ടതാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്തിനാണ് പഠിപ്പിക്കാൻ വിടുന്നത്? കോളേജിലേക്കാണ്, സ്കൂളിലേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ പോകുന്നുണ്ടല്ലോ, ഒരുങ്ങി റെഡിയായി മേക്കപ്പ് ഒക്കെ ഇട്ട് പോകുന്നുണ്ടല്ലോ. അവർ സ്കൂളിൽ എത്തുന്നുണ്ടോ? കോളേജിൽ എത്തുന്നുണ്ടോ? ആരാണ് പോയി അന്വേഷിക്കാറ്? ഏതച്ഛനാണ്, ഏതമ്മയാണ് എൻ്റെ മകള് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് കോളേജിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഏതച്ഛനമ്മമാരാണ് അന്വേഷിക്കാൻ പോകുന്നത്? ഒരു വിശ്വാസമാണ്, ആ വിശ്വാസമാണ് കുട്ടികൾ മുതലെടുക്കുന്നത്. മാതാപിതാക്കളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അതുപോട്ടെ, കോളേജും സ്കൂളൊക്കെ വിട്ടിട്ട് വീട്ടിലേക്ക് പെട്ടെന്ന് എത്തുന്നുണ്ടോ? ഇനി ഒരു 5 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യുന്നുണ്ടോ മാതാപിതാക്കൾ? ഇല്ല. എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? ഈ അവസരമാണ്, ഈ ഒരു വിശ്വാസമാണ് അവർ മുതലാക്കുന്നത്. ഈ പ്രേമത്തിനും സ്നേഹത്തിനും അഫയറിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഇതിനനുകൂലമായിട്ട് ഈ എന്താ പറയാ, കല്യാണത്തിന് മുമ്പ് ഈ ബെസ്റ്റി അല്ലെങ്കിൽ ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടിയും ആൺകുട്ടിയും കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായമുണ്ടല്ലോ, അവർ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മക്കള് പൊതുസ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. മാന്യമായിട്ട് ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മാന്യമായിട്ട് വീട്ടുകാരോട് ചോദിക്കുക, കല്യാണം കഴിക്കുക. അല്ലാതെ കല്യാണത്തിന് മുമ്പ് ഒരു പൊതുസ്ഥലത്ത് വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആകുന്ന രീതിയിൽ, മറ്റുള്ളവർക്കൊരു ഡിസ്കംഫേർട്ട് ആകുന്ന രീതിയിൽ ഇമാതിരി തോന്നിയാസല്ല കാണിച്ചു കൂട്ടുള്ളത്. ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇത്ര വലിയൊരു സംഭവം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അത് നിങ്ങൾ ആദ്യം ഒരു അച്ഛനാകണം അല്ലെങ്കിൽ ഒരു അമ്മയാകണം. എന്തായാലും മക്കളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കൈവിട്ടു പോകും, ഒരു സംശയം വേണ്ട. സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുന്നുണ്ടെങ്കിൽ അവർ സ്കൂളിൽ എത്തുന്നുണ്ടോ എന്ന് നോക്കുക. കോളേജ് വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയം നിങ്ങളൊന്ന് നോക്കുക. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ചോദിക്കുക. അത് തന്നെയാണോ സത്യം എന്നുള്ളത് അന്വേഷിക്കുക. നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യാൻ, അതായത് മക്കളെ അച്ഛനമ്മമാര് അല്ലെങ്കിൽ സഹോദരങ്ങള് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ അവർ പിന്തുടരുന്നുണ്ട്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് അവർ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ മക്കൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവർ തെറ്റിലേക്ക് പോകില്ല. പോയതിനു ശേഷം പിന്നെ റിക്കവർ ആയിട്ട് എടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. എന്തായാലും ഈ വീഡിയോ അതിന് ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ്. ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കാട്ടിക്കൂട്ടുന്ന കോപ്രായമാണ്. എത്ര ആളുകളാണ് ഈ ബസ് സ്റ്റാൻഡിലുള്ളത്? നിങ്ങൾ നോക്കുക, എത്ര ആളുകളാണ് ഈ ബസ് സ്റ്റാൻഡിലുള്ളത്? എത്രത്തോളം ആളുകൾക്ക് ഇതൊരു ഡിസ്കംഫേർട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടാകും. ഈ വീഡിയോ പിടിച്ച ആൾക്ക് പോലും അതൊരു വല്ലാതൊരു അസ്വസ്ഥത തോന്നിയത് കൊണ്ടായിരിക്കാം. അയാൾക്കും ചിലപ്പോൾ പെൺകുട്ടികൾ ഉണ്ടായേക്കാം. പക്ഷെ മറ്റൊരു പെൺകുട്ടിയെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശം ഇപ്പൊ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവർക്ക് അവയർനെസ് എന്ന രീതിയിൽ കൊടുക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റു വീഡിയോ കാണാം. ബൈ.